കായ് കൊടുത്തിട്ട് കടിക്കണ പട്ടിണി എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇത്ര ആളില്ല, കുഴപ്പമില്ല, എല്ലാവർക്കും ഇവിടെ നേരിടാ. വെള്ളം ചോപ്പും കൂടി ഉണ്ടെങ്കിൽ മറ്റേ പോത്ത് ചോപ്പുള്ളവരെ കുത്തുന്ന പറഞ്ഞാല് ഹായ് ഹായ് അന്നെ നോക്കിയ ഇവിടെ താത്തിയാടും. ഇതൊക്കെ തിരിച്ചു കയറണല്ലോ. അതല്ലടാ ഈ വൈറ്റിട്ട പ്രശ്നമാണല്ലോ. വെള്ള ഷ്യാബ് അതാ ഇവിടെ അടിപൊളി. ഞാനിവിടെ പറഞ്ഞ താഴത്ത് നോക്കിക്കോന്ന്. ഹായ് ഗേയ്സ്, ഞങ്ങളിതാ എവിടേക്കാ പോണ്? ഹലോ ഗേയ്സ്, ഞങ്ങളിതാ നീന്താൻ പോവുകയാണ്. നമ്മൾ 900 ഒരു കായലരികത്തേക്കാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നജീബ് കാരമ്പത്തൂർ, പിന്നിൽ തൊപ്പിട്ട് ആള് ഷിയാബ്, അത് കഴിഞ്ഞ് മിസ്റ്റർ മോനായി. അതാ വെള്ളത്തിന്റെ അവിടെ എത്തിക്കണവര്, മറ്റവരൊക്കെ എത്തിക്കണേ. ഇരുണ്ട കാട്ടിലൂടെ വൈകുന്നേരങ്ങളിൽ പുലിയുടെ ഗർജനം, ആനയുടെ ഗർജനം 4 ഭാഗത്ത് നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. കാടിൻ്റെ ഇടവഴിയിലൂടെ ഒരു യാത്ര. പാമ്പുകളും പക്ഷികളും പാറി നടക്കുന്നു. ഇവിടെ താഴത്ത് നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ പാറി നടക്കേണ്ടി വരും. കാട്ടുമരങ്ങൾക്കുമിടയിലൂടെയുള്ള യാത്ര. പണ്ട് മറ്റേ വാൾപ്പാറ പോയിട്ട് ആ അടിയിൽ നിന്ന് തിരിച്ചു കയറിയ ഓർമ്മയില്ലേ? അന്ന് ജില്ലേ അല്ലാതെ ഇവിടുക്കടഞ്ഞും കൊണ്ടു ഇറങ്ങണല്ലോ, അത്രയും താഴത്തേക്ക് എത്തണല്ലോ. ഇത്രയും സാഹസികമായ ഞങ്ങളുടെ യാത്രയിൽ അവസാനമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടരുവിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഏടാ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആവുന്നു. നമ്മുടെ മുന്നിൽ പോയ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. മുന്നിൽ പോയിട്ടുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ വീണ് പോകും. ഒരു വീഴ്ച കഴിഞ്ഞല്ലേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, ചാക്കാനിടമില്ലല്ലോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ കടന്നു വന്ന് നല്ല പ്രകൃതി രമണീയമായ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് ഇരിക്കുകയാണ്. 900 കണ്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങളിത് കാണുവിൻ. ഇത്രയും മനോഹരമായ നമ്മുടെ വയനാടിന്റെ പ്രകൃതി രമണീയമായ ഇത് അപ്പുറത്ത് കൂടെ ഇവിടെ പോയ നേരം പോലെ പോർന്നു കൊണ്ടു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് അവിടെ എത്തിയിട്ടുണ്ട്.
ഇവിടെ ലിഗ്മെന്റും അല്ലാമെന്റും പോയ ടീമുകളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. തിരിച്ച് കയറുന്നതിന്റെ അവസ്ഥയാണ് ഞാൻ അറിയാത്തത്. സെക്കൻഡ് ബാച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രകൃതി രമണീയമായ നമ്മുടെ ആ ഷൂ കുഴപ്പമില്ല. ആ പറഞ്ഞേ ആ വെള്ളത്തിക്ക് എത്തിക്കണോ? ഏയ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ കാരമ്പത്തൂർ ബാച്ച് ഇന്ന് കൂടിയിട്ടുള്ള വയനാടാണ്. ആ തണുത്ത് വിറക്കേണ്ടി കൊണ്ട്